Hi all, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് വേറെ രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു എക്സാമ്പിൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനുമാണ്. ഓക്കെ, ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനും. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഇന്റിജർ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. Integer and absolute value function. Different types of functions ആണ് പറയുന്നത്. അതിൽ ഒന്ന് ഫ്ലോർ ഫംഗ്ഷൻ, സീലിംഗ് ഫംഗ്ഷൻ. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റിജർ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. Let x be any real number. Let x be any real number. The integer value of x. The integer value of x is written as int of x. Int of x converts x into an integer by deleting its fractional part of the number. Fractional part of the number. That is example. For example, ഇപ്പോൾ നമ്മൾ int of 3.14 എടുത്തു കഴിഞ്ഞാൽ അത് 3 ആയിരിക്കും. int of 3.9 എടുത്തു കഴിഞ്ഞാലും 3 ആയിരിക്കും. int of 2.7 എടുത്തു കഴിഞ്ഞാൽ 2 ആയിരിക്കും. int of 4.5 എടുത്തു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ, ഒരു റിയൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെസിമൽ ഉണ്ടെങ്കിൽ ആ ഡെസിമലിന് ശേഷമുള്ള പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഡെസിമലിന് മുന്നേയുള്ള, അതായത് പോയിന്റിന് മുന്നേയുള്ള പാർട്ടിനെയാണ് നമ്മൾ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റിജർ പാർട്ടും ഉണ്ടാവും, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവും. അതിൽ ഫ്രാക്ഷണൽ പാർട്ട് മാറ്റിയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത്. അതായിരിക്കും ഇമേജ്. ഓക്കെ, അപ്പോൾ int ഓഫ് -2.5 ആണെങ്കിൽ -2 ആണ് വരിക. -2.5 ആണെങ്കിൽ -2 ആണ് വരിക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് മാറ്റി ഇന്റിജർ പാർട്ട് മാത്രം ചൂസ് ചെയ്യുക. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? ആറിൽ നിന്ന് ഇസെറ്റിലേക്കാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. സെറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫംഗ്ഷൻസ് ആണ് ഇന്റിജർ ഫംഗ്ഷൻസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മുഴുവൻ ഇന്റിജർ ഫംഗ്ഷൻസ് ആയിരിക്കും. അതായത് ആറിൽ നിന്ന് ഇസെറ്റിലേക്കുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ അബ്സല്യൂട്ട് ഫംഗ്ഷൻ. അബ്സല്യൂട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് the real number x. Of the real number x is denoted as ABS of x or mod x. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോഡ് ഓഫ് 1.5 എന്ന് പറഞ്ഞാൽ 1.5 ആയിരിക്കും. മോഡ് ഓഫ് 2.7 എന്ന് പറഞ്ഞാൽ 2.7 ആയിരിക്കും. അതായത് മൈനസ് ആയാലും പ്ലസ് ആയാലും പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. മോഡ് 0 0 ആണ്, മോഡ് 1 1 ആണ്, മോഡ് -1 1 ആണ്. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ, നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ ഇനിയും ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇന്റിജർ വാല്യൂ വരുന്ന രീതിയിൽ പറയാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഫംഗ്ഷൻസുകളുടെയും പ്രത്യേകത, അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഒഴികെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഫംഗ്ഷൻസുകളുടെയും പ്രത്യേകത എല്ലാം ആറിൽ നിന്ന്, അതായത് ഫ്ലോർ ഫംഗ്ഷൻ ആയാലും ഫ്ലോർ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ഇസെറ്റ് ആണ്. സീലിംഗ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ഇസെറ്റ് ആണ്. അതുപോലെ ഇന്റിജർ ഫംഗ്ഷൻ, ഇന്റിജർ പാർട്ട് ചൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഇന്റിജർ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ഇസെറ്റ് ആണ്. കാരണം എല്ലാത്തിന്റെ ഇമേജ് ഇന്റിജേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. ഇതുപോലെ റിമൈൻഡർ ഫംഗ്ഷൻ ഉണ്ട്, മോഡുലർ അരിത്തമെറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഇന്റിജർ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മളെല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് മാത്രം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. Composition of functions. Composition of functions. But let f from a to b and g from b to c are any two functions. രണ്ട് functions ആണ് വിചാരിക്കാം. Any two functions. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ്. അതുപോലെ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ജി. ഓക്കെ. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബിയുടെ കോഡൊമൈനും അല്ല എഫിന്റെ കോഡൊമൈനും, എഫിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്, ജിയുടെ ഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. എഫിന്റെ കോഡൊമൈനും ജിയുടെ ഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ഹിയർ ഡൊമൈൻ ഓഫ് എഫ് codomain of f, sorry, codomain of f codomain of f equal to domain of g. Codomain of f equal to domain of g. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ a എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു, ഇവിടെ ഒരു സെറ്റ് b എടുത്തു, ഇവിടെ ഒരു സെറ്റ് സി എടുത്തു. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്, ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ എയിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ എയിൽ ഒരു എലമെന്റ് ചൂസ് ചെയ്യുക, എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ടാവും. ഓക്കെ. ഈ എഫ് ഓഫ് എക്സിന് ജിയിൽ ഒരു ഇമേജ് ഉണ്ടാവും, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ്. ഓക്കെ. അതായത് there exists a function a to c. There exists a function from a to c. From a യിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ്. and it is defined as g composition of f of x is equal to g of f of x. It is called composition of g and f. It is called composition of g and f. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ആണ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ജി ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആ ഫംഗ്ഷനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. ഓക്കെ. അത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ജി ഉണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതാണ് എന്ത്, ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. let a equal to set 1 2 3 ഇനി 4 ആയിക്കോട്ടെ. b equal to a b c d, c equal to some m n q, m n q, m n p,
MNOP ആയിക്കോട്ടെ, MNOP 4 നാലെണ്ണം മൂന്നെണ്ണം അതിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫൈൻ ലെറ്റ് എഫ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ലെറ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു A, f of 2 equal to B, f of 3 equal to some B തന്നെ, f of 4 equal to C അങ്ങനെയാക്കി. അതുപോലെ g of A equal to M, g of B equal to O, g of C equal to M, g of D equal to N അങ്ങനെയാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 1ന്റെ ഇമേജ് എ ആണ്, 2ന്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജും ബി ആണ്, 4ന്റെ ഇമേജ് സി ആണ്, എയുടെ ഇമേജ് എം ആണ് അണ്ടർ ജി. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ്. ഹിയർ എഫ് ഈസ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി. ജി ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ നൗ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഫ്രം എവിടെ നിന്ന് എവിടേക്കായിരിക്കും? എ ടു സി ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫ് ഈസ് ഫ്രം എ ടു സി. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് 1 എടുക്കുക. ജി ഓഫ് എഫ് ഓഫ് 1, എ ആണ് ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ. അപ്പൊ എയിൽ ഒരു എലമെന്റ് 1 ചൂസ് ചെയ്താൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 1. ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 എ ആണ്. അപ്പൊ ജി ഓഫ് എ ഈക്വൽ ടു എം. അടുത്ത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് അടുത്ത എലമെന്റ് ഏതാ? 2. അടുത്ത എലമെന്റ് 2, കാരണം ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ ദിസ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എന്താണ്? ബി ആണ്. അപ്പൊ ജി ഓഫ് ബി എന്താണ്? ഓ. അടുത്ത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 3 ആണ്. ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് ബി. എഫ് ഓഫ് 3 ബി ആണ്. അപ്പൊ ജി ഓഫ് ബി അഗെയിൻ ഇറ്റ് ഈസ് ഓ. അടുത്ത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4. ജി ഓഫ് എഫ് ഓഫ് 4 എന്താണ്? എഫ് ഓഫ് 4 സി ആണ്. അപ്പൊ ജി ഓഫ് സി ഈക്വൽ ടു എം. ഓക്കെ, ഇതാണ് കോമ്പോസിഷൻ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഇങ്ങനെയാണ് വരിക. ജി കോമ്പോസിഷൻ എഫിൽ ഓരോ എലിമെന്റിന്റെയും ഇമേജ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പ്രോബ്ലംസ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലംസ് വരിക. നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് എഫും ജിയും തരും. ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാൻ പറയും. ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓരോന്നിന്റെയും ഇമേജ് കണ്ടുപിടിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ. Let f from R to R such that f of x is equal to x square. G from R to R such that g of x is equal to 2x. Find g composition f and f composition g. ഇപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ. ഓക്കെ, അടുത്ത എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ അല്ല, എഫ് ഓഫ് 2x അല്ലേ. ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് 2x. അപ്പൊ ഇവിടെ എക്സിന് സ്ഥാനത്ത് 2x ആണ്. അപ്പൊ 2x ദി ഹോൾ സ്ക്വയർ. അപ്പൊ 4x സ്ക്വയർ. ഇതാണ് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എഫും ജിയും തരും. ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കാൻ പറയും. ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം.
സപ്പോസ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കുക. സപ്പോസ് f of x is equal to x plus 2, g of x is equal to x minus 2 and h of x is equal to, ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. h of x is equal to 3x for x element of R. അതായത് എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ R ആണ്. എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ R ആണ്. Where R is the set of real numbers. R is set of real numbers. Find G composition F, F composition GA, F composition F, G composition G. ഓക്കെ, നമുക്ക് H ഇവിടെ തന്നെ, അപ്പൊ G composition H ആയിക്കോട്ടെ. G composition H. F of G, ആദ്യം G composition F ആണ് കണ്ടുപിടിക്കാം. G composition 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ G composition F of x. G composition F of x equal to G of F of x. G of F of x. F of x തന്നിട്ട് x plus 2. അപ്പൊ G of x plus 2. G of x plus 2. G of x ആണെങ്കിൽ x minus 2 ആണ്. അപ്പൊ x ന്റെ സ്ഥാനത്ത് ഇവിടെ x plus 2 കൊടുക്കണം. അപ്പൊ x plus 2 minus 2 equal to x for x element of R. അപ്പൊ G composition F of x എന്ന് പറഞ്ഞാൽ x ആണ്. അടുത്ത് F composition G. F composition G of x. അപ്പൊ F of G of x. F of G of x എന്ന് പറഞ്ഞാൽ F of x minus 2. F of x minus 2 എന്ന് പറഞ്ഞാൽ x minus 2 plus 2. അല്ലെ, ഇവിടെ x ആണെങ്കിൽ x plus 2 ആണ്. അപ്പൊ x minus 2 ആവുമ്പോ x minus 2 plus 2 ആവും. ഓക്കെ, അല്ല അതും x ആണ്. For x element of R. For x element of R. അടുത്ത് F composition F. F composition F of x എന്ന് പറഞ്ഞാൽ F of x ആണ്. F of x. അപ്പോൾ F of x plus 2. F of x plus 2 equal to x plus 2 plus 2. അല്ലെ, x ന്റെ സ്ഥാനത്ത് ഇവിടെ x plus 2 ആണ്. അപ്പൊ x plus 2 plus 2 വരും. അപ്പൊ x plus 4. Plus 4. അടുത്ത് G composition H of x. G composition H of x എന്ന് പറഞ്ഞാൽ G of H of x ആണ്. G of H of x. അപ്പൊ G of 3x. G of 3x. അപ്പൊ ഇവിടെ x ന്റെ സ്ഥാനത്ത് 3x വരും. അപ്പൊ 3x minus. Okay, ഇവിടെയും for x element of R. ഇവിടെയും for x element. അപ്പൊ ഇതുപോലെയാണ് ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. അതായത് G composition F of x എന്ന് പറഞ്ഞാൽ G of F of x ആണ്. F composition G of x എന്ന് പറഞ്ഞാൽ F of G of x ആണ്. അങ്ങനെ ഇവിടെ G of x കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് x ന്റെ സ്ഥാനത്ത് എന്താണ് നോക്കിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുക. ഓക്കെ.